ഇന്ന് ഞാൻ ദോശയ്ക്ക് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്ത് ദോശയാണെന്ന് വെച്ചാൽ കപ്പലണ്ടി കൊണ്ടുള്ള ദോശയാണ്. കപ്പലണ്ടി വറുത്തലേ തിന്നോളൂ എന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ, പക്ഷേ കപ്പലണ്ടി ദോശ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആൻറ്റിയാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്നേക്കാൾ കുറച്ച് ഏജുള്ളവരാണ്. അവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ കുറേ പാടുകളൊക്കെ ഉണ്ടായിരുന്നു, കറുത്ത പാടുകളും കഴുത്ത് കൈയൊക്കെ ഇങ്ങനെ. അപ്പോൾ ഏതോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യായിരുന്നു, ആയുർവേദം കണ്ടാണ്. അപ്പോൾ അതിൽ അവരോട് ഉഴുന്ന് കൂട്ടരുത് എന്ന് പറഞ്ഞിരുന്നു. അത് ഉഴുന്ന് കംപ്ലീറ്റ് നിർത്തണം, ഒന്നിലും ഉഴുന്ന് ചേർക്കാനേ പാടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ഉഴുന്നൊക്കെ ചേർത്തല്ലേ അരയ്ക്കണത്, ഉഴുന്ന് അല്ലെങ്കിൽ ഇഡലിക്ക് എല്ലാത്തിനും. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കപ്പലണ്ടി ചേർത്ത് അരച്ച് കഴിച്ചോളൂ, നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്, ഉഴുന്ന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ റെസിപ്പി. അരിയും കപ്പലണ്ടിയും കൂടി ചേർത്ത് അരച്ച് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനത് വീഡിയോ കാണിക്കുമ്പോൾ പറയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ഞാനിവിടെ എടുത്തേക്കണത് 1 കപ്പ് പച്ചരിയും പിന്നെ 1/2 കപ്പ് കപ്പലണ്ടി, പച്ച കപ്പലണ്ടി കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നന്നായിട്ടൊന്ന് കഴുകി 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഏകദേശം ഒരു 4 മണിക്കൂർ, പച്ചരിക്കൊന്ന് കുതിർന്ന് വരണ്ടേ. അപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ രണ്ടിലും നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഈ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഇതാ കപ്പലണ്ടിയിൽ കണ്ടില്ലേ, അതുകൊണ്ടൊക്കെ ഒന്ന് മാറ്റി. പിന്നെ കുറച്ച് ഒരു അഴുക്ക് പോലെ ഉണ്ടല്ലേ, അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കപ്പലണ്ടി മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിലേക്ക് ഞാൻ കപ്പലണ്ടിയും പിന്നെ അരിയും കൂടി ഒന്നിച്ചാട്ടോ അരയ്ക്കണത്. കാരണം കുറച്ച് അളവിലല്ലേ എടുത്തേക്കണത്. അപ്പോൾ രണ്ടും കൂടി ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് അരയ്ക്കാം. എന്നിട്ട് പിന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അപ്പോൾ കുറച്ച് ചോറ് കേട്ടോ ഞാൻ ഇടുന്നുണ്ട്, ഒരു പിടി. അങ്ങനെ ചോറില്ലെങ്കിൽ നമുക്ക് അവൽ ചേർത്തിട്ടായാലും അരയ്ക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ, അതായത് ദോശ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ വേറെ സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണില്ല. അപ്പോൾ നന്നായിട്ട് അരച്ച് കഴിഞ്ഞു, നൈസായിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അടയ്ക്കൊക്കെ ചെയ്യില്ലേ, പച്ചമുളക്, ഇഞ്ചി, സവാളയും ഒക്കെ വഴറ്റി കൊടുത്തിട്ട് അങ്ങനെ അതിലേക്കിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ കപ്പലണ്ടി മാത്രം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമായിട്ട് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയായിട്ട് കേട്ടോ പരത്തിയത്. വേണമെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിലേക്ക് ആകുമ്പോൾ കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ഏകദേശം ഒരു അട പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളികേരമൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു പച്ചമുളക്, ഇഞ്ചി ഒക്കെ കൂടി ചേർത്ത് അരച്ചിട്ട് അങ്ങനെ ആയാലും ഉണ്ടാക്കാം. വേണമെങ്കിൽ കുറച്ച് റവ ഇട്ടിട്ട് കുറച്ച് ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വരും, നൈസായിട്ട് കിട്ടും അത്. കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവന് എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, കറി എന്ന് പറയാൻ ഞാൻ തേങ്ങാ ചട്നിയൊന്നും അരക്കണില്ല കേട്ടോ. തേങ്ങയ്ക്ക് വില കൂടുതലല്ലേ. അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് സവാളയും പച്ചമുളകും പുളി ഉപ്പും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കപ്പയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ അരച്ചെടുത്തു. അങ്ങനെ ഈ ചമ്മന്തി കൂട്ടിയാണ് ഇന്നത്തെ കപ്പലണ്ടി ദോശ കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കൂ കേട്ടോ.